തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരനായ മകനെ ക്രൂരനായ അച്ഛൻ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി. ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ച് അതിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കിയ ഒരു അച്ഛൻ്റെ കഥയാണെന്ന്. കുട്ടിക്ക് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളായിരുന്നു. അത് ജനിച്ചപ്പം മുതൽ ഈ അച്ഛൻ ഈ മകനെ വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഒന്നുകിൽ അമ്മ ഈ കുട്ടിയെ എടുക്കുമ്പോൾ അമ്മയെ എടുക്കാൻ സമ്മതിക്കില്ല ഈ അച്ഛൻ. കുട്ടി ഒന്ന് കരയുമ്പോൾ പോലും ഈ അമ്മയ്ക്ക് ഈ കുട്ടിയെ എടുക്കാനുള്ള അവകാശമില്ല. അപ്പോൾ തന്നെ യവൻ അങ്ങ് പിടിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ കുട്ടി കരയാണ്, ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും യവൻ എടുക്കാൻ സമ്മതിക്കൂല. ഈ അമ്മ പല ദിവസങ്ങളിലും വിചാരിക്കും, എന്തിനാണ് എൻ്റെ മകൻ ഇങ്ങനെ കരയുന്നത്. അമ്മയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല, ഏതായാലും ജന്മം കൊടുത്ത ഒരു അച്ഛൻ ഇങ്ങനെ മക്കളെ ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു രീതിക്ക് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവൻ ഇങ്ങനെ ദ്രോഹിച്ചു കൊണ്ടേയിരുന്നു. അതിൻ്റെ നെഞ്ചിലിടിക്കുകയും അതുപോലെ കൈ പിടിച്ച് ഒടിക്കുകയും ഒരുപാട് വേദന ഈ മോൻ അനുഭവിച്ച് അവസാനം ഈ ലോകത്തോട് തന്നെ വിട പറയേണ്ടി വന്നു. ഈ ഇടയ്ക്ക് വെച്ചിട്ട് കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞ് അതിൻ്റെ പേരിൽ ഇത് എന്തുകൊണ്ടാണ് കുട്ടിയുടെ കൈ ഇങ്ങനെ ആയത് എന്ന് അറിയാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 3 ആഴ്ച കൊണ്ട് ഈ കുട്ടി വേദന എടുത്തു. അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ ആക്കണത്. അപ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ ഈ അമ്മയും അച്ഛനും പറയണത് 1 ആഴ്ച ആയതേ ഉള്ളൂ ഇങ്ങനെ സംഭവം നടന്നിട്ട് കറക്റ്റ് 3 ആഴ്ചയായി. ഇത് കണ്ടുപിടിക്കാൻ കാരണം നിസ്സാരമായ ഒരു ബിസ്ക്കറ്റിൻ്റെ കേസാണ്. ബിസ്ക്കറ്റ് അച്ഛനെന്ന് പറയുന്ന ആ സാധനം ഇവന്മാരെയൊക്കെ അച്ഛനെന്ന് വിളിക്കാൻ തന്നെ അറപ്പാണ്. അയാൾ 1 കവർ ബിസ്ക്കറ്റ് വാങ്ങി കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നു. അതിനുശേഷം ഈ കുട്ടി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിന് ഒരുമാതിരി അസ്വസ്ഥത തോന്നി അതിൻ്റെ വായിൽ നിന്ന് നൊരയും പതയും അങ്ങനെയൊക്കെ സംഭവിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയപ്പോൾ അച്ഛൻ കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇനി ബിസ്ക്കറ്റിനകത്ത് ഇനി അച്ഛൻ വല്ല എന്തെങ്കിലും വിഷോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ എന്നറിയാമോ. അച്ഛനാണ് വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതിനു മുമ്പ് പോലും ഒരു സാധനം ഈ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കില്ല. അതുപോലെ ആ അമ്മയ്ക്കും കൊടുക്കൂല. കല്യാണം കഴിഞ്ഞിട്ട് ആ അമ്മ പറയണ ഇന്നേ വരെ എനിക്കൊരു സാധനം വാങ്ങിച്ച് തന്നിട്ടില്ല. വേറെ ഉള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്താലും അയാളെ ബന്ധുക്കാർക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോലും ഈ കുട്ടിക്കോ അമ്മയ്ക്കോ ഒരു സാധനം പോലും കൊടുക്കില്ല. പണ്ടങ്ങാണ്ട് എന്തോ ഒരു ക്രീം ബന്നോ അങ്ങനെയെങ്ങാണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും കൊടുക്കാറില്ല എന്നാണ് ഈ അമ്മ പറയണത്. അവസാനം കണ്ടുപിടിച്ചു ഇത് എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ കയ്യിൽ വേദന വന്നത് എന്നും ഈ മോൻ്റെ ശരീരം മൊത്തത്തിൽ ഇടിച്ച് പഞ്ചറാക്കി ഇയാൾ വെച്ചിരിക്കുന്നു. ഇയാൾക്ക് ഈ കുട്ടിയെ വേണ്ട, അതുകൊണ്ടാണ് ഇയാൾ അങ്ങനെ ചെയ്തത്. ഈ കുട്ടിയുടെ മോൻ്റെ കരച്ചിൽ ഇയാൾക്ക് ഇഷ്ടമല്ല. ഈ അമ്മയെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. മോൻ കരയുമ്പോഴായിരുന്നാലും അതൊന്ന് ബെഡിൽ മൂത്രം ഒഴിക്കുമ്പോഴായിരുന്നാലും ഒരുപാട് ഈ അമ്മയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം പറയാൻ ഈ അമ്മയെയും ഇയാൾക്ക് വേണ്ട, ഈ അമ്മയെയും വേണ്ട, അതുപോലെ മകനെയും ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ട് ഇയാൾ കളിച്ച കളിയാണ്. ഇതിനൊരു കാരണം കാണുമല്ലോ. ഇയാൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അമ്മയുടെ അടുത്തും മകൻ്റെ അടുത്തും സ്നേഹം ഇല്ലാതാവണമെങ്കിൽ കാരണം കാണുമല്ലോ. അമ്മ മീഡിയയുടെ മുന്നിൽ പറയുന്ന വാക്ക് കേൾക്കാം, ഈ കുട്ടി മരണപ്പെട്ടു, ഇവർ 2 പേരും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. എന്നിട്ട് ഈ അമ്മയ്ക്ക് പേടി കാരണം അമ്മ അച്ഛൻ്റെ സൈഡാണ് നിന്നത്. ഇല്ല, 1 ആഴ്ചയായുള്ളൂ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞിട്ട്. സംഭവം ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ 3 ആഴ്ചയായി കൈ ഒടിഞ്ഞ് അവിടെ ചികിത്സയ്ക്ക് വന്നിട്ട്. പേടിച്ചിട്ടാണ് പറയാത്ത, ഭർത്താവിനെ പേടിച്ചിട്ട് പറയുന്നില്ല. പോലീസ് ചോദിച്ചിട്ട് പോലും പറയാൻ ആ ഭാര്യ അറയ്ക്കുന്നുണ്ട്. ഇവളെന്തിനിങ്ങനെ പേടിച്ച് കഴിഞ്ഞ് ആ ഒരു കുട്ടി നഷ്ടപ്പെട്ട ആ അമ്മയുടെ വേദന. ഇനി കുറച്ച് വിഷമകരമായ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആ വാർത്തയിലായിരുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ പിതാവ് കൊലപ്പെടുത്തിയ 1.5 വയസ്സുകാരൻ ഇഹാന്റെ ഒരു വാർത്ത. ആ അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റ കുഞ്ഞാണേ, 1 വയസ്സുള്ള കുഞ്ഞാണ്. അച്ഛനാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് തെളിയുകയാണ്. ഇഹാൻ എന്നാണ് മോൻ്റെ പേര്. പാവം. ആദ്യം വിചാരിക്കുന്നത് ഇപ്പോൾ ഇഹാന്റെ അമ്മ കൃഷ്ണപ്രിയ സംസാരിക്കുന്നതിലേക്ക് മോൻ അവിടെ ഇതാവാൻ പറ്റുന്നില്ലായിരുന്നു, ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും അപ്പം എടുക്കുമ്പോഴൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറുതായിട്ടേ കരയുന്നുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് നന്നായിട്ട് കരയുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നിർബന്ധിച്ച് കൊച്ചിനെ കയ്യിൽ നിന്ന് എടുക്കൂലായിരുന്നു. പിന്നീട് നിർബന്ധിച്ച് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. സ്നേഹത്തോടെ ഒന്നുമല്ല, പിടിച്ചിങ്ങനെ വാങ്ങിച്ചുകൊണ്ടാണ് പോണത്. അപ്പോഴത്തേക്ക്
നന്നായിട്ട് കരയും. പക്ഷെ എടുത്തോണ്ട് പോകുമ്പോൾ എന്നെ ഫ്രണ്ടിൽ നിർത്തിയൊന്നുമില്ല. അതായത് ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും പോയി ചെയ്യാൻ പറയും. സഹി കെട്ട് അവൻ്റെ വീട്ടിൽ ഈ ഭർത്താവെന്ന് പറയുന്ന സാധനത്തിൻ്റെ വീട്ടിലാണ് കിടന്നത്. ആ വീട്ടിലുള്ളവരെല്ലാം കണക്ക് തന്നെ. എന്തിനെവള് കിടന്ന്? അപ്പോൾ ഇവർക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടി കിടന്നതായിരിക്കും ഈ മകനെയും കൊണ്ട്. എന്നെ കാണുമ്പോഴാണ് അവൻ കൂടുതൽ കരയണേന്ന് പറയും. അപ്പോഴത്തേക്ക് അയാൾ നിൽക്കുന്ന ഭാഗത്തോട്ട് പോലും എൻ്റെ അടുത്ത് വരല്ലെന്ന് പറയും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് പറയും മാറാൻ പറയും അവിടുന്ന്. ഞാൻ അവിടെ പോയി 10 ദിവസത്തിനകത്ത് തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജർ അയാൾ ഇല്ലാതാക്കി. പിന്നീടാണ് അറിഞ്ഞത് അതിൻ്റെ എന്നുവെച്ചാൽ ഒരു ചാർജറും കയറ്റാൻ പറ്റാത്ത രീതിയിലാക്കിയെന്ന്. കാരണം എനിക്കങ്ങനെ എൻ്റെ വീട്ടുകാരെ ഒന്നും കോണ്ടാക്ട് ചെയ്യാനോ ഒരു പുറത്ത് ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ കുട്ടിയെ ഉപദ്രവിക്കുന്നത് വീട്ടുകാരെടുത്ത് വിളിച്ച് പറയും എന്ന് ഇയാൾ മനസ്സിൽ തന്നെ ഇയാൾ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് മൊബൈൽ ചാർജിലേറ്റാണ് ചാർജർ വരെ ഇയാൾ നശിപ്പിച്ച്. ഇവൻ എന്തിന് ജന്മം കൊടുത്തു? ഇടാ പിശാചെ, നിനക്ക് ഈ കുട്ടി ഉണ്ടാക്കിയിട്ട് നിനക്ക് അതിന് ചെലവിന് കൊടുക്കാനോ അതിനെ നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നീ എന്തിന് ജന്മം കൊടുത്തടാ? കാര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമെല്ലാം കാണുമായിരിക്കും. കാരണം എനിക്ക് ഒന്നിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എനിക്ക് ഈ വീട്ടുകാരുടെ അടുത്ത് അല്ലാതെ വേറൊരാളടുത്ത് പറയാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത്? അന്ന് രാത്രിയിൽ ഒരു 8-8:30 ആയപ്പോഴത്തേക്കാണ് ഇയാൾ കടന്നു വന്നത്. അപ്പോൾ കുട്ടി എൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. മുമ്പൊന്നും അങ്ങനെ കൊണ്ടുവന്നില്ല. അതിൻ്റെ ഒരു ദിവസം മുമ്പേ ഒരു അവർ ബട്ടർ ബന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അല്ലാതെ കുട്ടിക്ക് ക്രിസ്മസിന് പോലും ഒരു ഡ്രസ്സോ ഒരു സാധനം ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല. അതുവരെയും കുട്ടിയുടെ കാര്യം എനിക്ക് ഇതുവരെ ഒന്നും വാങ്ങിയിട്ട് വന്നിട്ടില്ല. കുട്ടിക്ക് ഞാൻ ഒരു തവണ ഇതുപോലെ പഴം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പഴയ കടയിൽ പോയാലേ ഉള്ളൂ, ഇവിടെയൊന്നും ഇല്ല. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കുട്ടിക്ക് ഒരു പഴം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അനിയത്തി വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഫ്രൂട്ട്സും വാങ്ങിച്ചു. അനിയൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞ് അനിയൻ്റെ ഭാര്യയ്ക്കും കുട്ടിയേക്കും എല്ലാമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പം ഈ തെണ്ടി അനിയൻ്റെ ഭാര്യയ്ക്ക് കുട്ടിക്കും എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള കാപാലന്മാരുണ്ട്. ഭാര്യയും മക്കളെ നോക്കാത്ത കാപാലന്മാരുണ്ട്. ഇങ്ങനെയുള്ള ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കണ സാധനങ്ങളുണ്ട്. ഒന്നുകിൽ നാട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ മക്കൾക്കായിരുന്നാലും നാട്ടുകാർക്കായിരുന്നാലും വാങ്ങിച്ചു ഞാൻ കൊടുക്കും എന്നറിയിക്കണ അവന്മാരുണ്ട്. അങ്ങനെ ഉള്ളവന്മാരുണ്ട്. അതുപോലെ ഭർത്താവിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ അനിയത്തി ഇതുപോലെ വാങ്ങിച്ചു പഴവും അതും ഇതുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അത് അത്രയും മേടിച്ച് ചുമന്നവൻ കൊണ്ട് കൊടുത്ത്. എന്നിട്ട് എവള് പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്താണ് വന്ന വഴിയിൽ വെച്ചിട്ട് കുട്ടിക്ക് ഒരു പഴം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവന് ഈ തെണ്ടി വാങ്ങിച്ചു കൊടുത്തില്ല. നായ. ഞാൻ അപ്പോഴത്തേക്ക് പിള്ളേക്ക് പഴം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വാങ്ങി തന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ കണ്ടത്. കാരണം പുറത്ത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല. കറക്റ്റാണ് കുട്ടി, പുറത്ത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അത് അതിനകത്ത് അനുഭവിച്ച വേദന അത് വെളിയിലുള്ളവർക്ക് അറിയാൻ പറ്റൂല. അതാണ് അത് കണ്ണീരോട് കൂടി പറയണത്. അവൻ അനുഭവിച്ച് പണ്ടാരടങ്ങാതെ അവൻ ചീട്ട് വാങ്ങിക്കും. അവൻ ഉണ്ടാക്കിയ കുട്ടിക്കും അവൻ താലി കെട്ടിക്കൊണ്ടുപോയ കുട്ടിയെയും ഭാര്യയും അവന് നോക്കാൻ വയ്യാത്ത അവൻ നാട്ടുകാരെയും അതുപോലെ അവൻ്റെ വീട്ടിലുള്ള അവരെയും സംരക്ഷിക്കണം. അത്രയ്ക്ക്. കാരണം എനിക്ക് വെളിയിലെ ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം. ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ അവർ വന്നിങ്ങനെ നോക്കും. എന്നുവെച്ചാൽ ഇവരുടെ പ്രവൃത്തികൾ ഞാൻ ആരുടെ പറയരുത്. ഇവർ അത്രയ്ക്ക് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ അമ്മയും മോളും എല്ലാം എന്നെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊന്നും പക്ഷെ അമ്മയും മോളും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയാണ് പറയുന്നത്. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ പെൺകുട്ടിക്ക് അവിടെ ഒരു വിലയില്ലായിരുന്നു. വെറും വേലക്കാരിക്ക് തുല്യമായിട്ടാണ്. അതിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അതിന് ജന്മം കൊടുത്ത കുട്ടിയെ അതിന് നൊന്ത് പ്രസവിച്ച കുട്ടിയെ എടുക്കാൻ പറ്റണില്ല. കൊടുക്കൂല അവൻ കാപാല. അതൊന്ന് മൂത്രമൊഴിച്ചാൽ കുറ്റം, അതൊന്ന് കരഞ്ഞാൽ കുറ്റം. ഈ കരച്ചിലിൻ്റെയൊക്കെ കുട്ടി കരയുന്നു. അതുകൊണ്ടാണ് അവൻ ഉപദ്രവിച്ച് അതിനെ വാക്കല്ലാത്ത സ്ഥലങ്ങൾ മൊത്തം നെഞ്ചിലും അതുപോലെ നെഞ്ചിലൊക്കെ ഇടിക്കുമായിരുന്നു അവൻ. ഇടിച്ച് അതിന് നെഞ്ചിനകത്തൊക്കെ ക്ഷതയേറ്റു. 1 വയസ്സായ പൊന്നു മോനല്ലേ. എടാ ദുഷ്ട, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ ആർക്കെങ്കിലും കൊടുക്കാൻ തരുന്നടാ. നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ ആ അമ്മയും കുട്ടിയും അങ്ങ് പറഞ്ഞു വിട്ടുകൂടായിരുന്നോ? അവളെ വീട്ടിൽ പോയി ജീവിക്കട്ട്. നീ കണ്ട പെണ്ണുങ്ങളുടെ പോണോണ്ടല്ലേ നീ ഈ വേല കാണിക്കണത്? അന്ന് ഈ കുഞ്ഞിനെ രാത്രിയിൽ ഉറങ്ങാതിരുന്നതിനെ തുടർന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുമായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല.
പക്ഷെ കൊച്ചു 15-ാം തീയതി രാത്രിയൊക്കെ നല്ല കരച്ചിലായിരുന്നു. 2 ദിവസം അടുപ്പിച്ചൊക്കെ നല്ല കരച്ചിലായിരുന്നു അവൻ. 15-ാം തീയതി രാത്രി ഇങ്ങനെ കരഞ്ഞ് കുട്ടി മോശം പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഇയാൾ ഒന്നാണ് കിടന്നത്. അല്ലെങ്കിൽ ഭയങ്കര എന്നുവെച്ചാൽ കുട്ടി അടുത്ത് കിടക്കണം എന്നുള്ളൊരു ഇതോടെയൊന്നും അല്ല കിടക്കുന്നത്. അപ്പം നമ്മൾ എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും സ്വന്തം കൊച്ചു അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് കുട്ടിയാണ് അടുത്ത് കിടക്കണം എന്നുള്ളൊരു ബോധത്തോടെയാണ് കിടക്കണം. അല്ലെങ്കിൽ നിർബന്ധിച്ച് അയാളാണ് കൊച്ചിനെ നടുക്ക് കിടത്തണമെന്ന് പറഞ്ഞത്. അവൻ നടുക്ക് കിടത്തണമെന്ന് പറഞ്ഞ ആ കുട്ടിയെ ഉപദ്രവിക്കുക, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ്റെ മദ്യത്ത് വെച്ച് ഈ മോനെ കിടത്തും. എന്തിനാണ് അവന് ഉപദ്രവിക്കാൻ? ഈ തള്ള ഒന്ന് കണ്ണ് മയങ്ങുമ്പോൾ ഇതിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് തിരിച്ച് ഓടിക്കണ്. അതിനെ ഉപദ്രവിച്ചവൻ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട്. എന്തായാലും അവൻ തീർത്തതിനെ അങ്ങനെ കിടക്കുന്നത്. അങ്ങനത്തെ എന്ന് വെച്ചാൽ പല ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോഴെല്ലാം കൊച്ചിൻ്റെ മുഖത്തെപ്പോഴും വന്ന് മൂടും. ഞാനാണ് മാറ്റി കൊടുക്കണം. ബെഡ്ഷീറ്റൊക്കെ എടുത്തു വെച്ച് കൊച്ചിൻ്റെ മുഖം എന്തിനാണ് മൂടണത്? അതിനെ അമർത്തി കൊല്ലാൻ, ശ്വാസം മുട്ടിച്ച് കൊല്ലാനും അതിനെ അമർത്തി അതിനെ എങ്ങനെയെങ്കിലും തീർക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്നാ കേൾക്കൂല. കൊച്ചിൻ്റെ മൂത്രമൊക്കെ തന്നെ അയാൾ കുറച്ച് അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയപ്പർ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മെത്ത മാറ്റി കട്ടിൽ മാത്രമായി, പിന്നെ ഇടയ്ക്ക് തറയിൽ കിടത്തി, പിന്നെ വീണ്ടും കട്ടിൽ മാത്രമായി. ഇങ്ങനെ ഓരോ എന്ന് വെച്ചാൽ എനിക്കും കുട്ടിക്കും എന്തൊക്കെയാണോ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും വിചാരിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം കുഞ്ഞിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനല്ല, അപ്പം എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. എന്നാലും ഞാൻ ഒരിക്കൽ പറയും, അല്ലാതെ കാരണം നമ്മൾക്ക് കൂടുതലായിട്ട്. എൻ്റെ പൊന്നെ, ഇതെന്തെങ്കിലും പറഞ്ഞാൽ അവൻ വേറെ വല്ല വിഷയത്തിലേക്ക് കിടക്കും. പണ്ടത്തതും പഴമ്പാളെ തൂറിയതും അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ്റെ സ്വഭാവം അതായിരുന്നു. ഇങ്ങനെയുള്ള കുറേ ജന്മങ്ങളുണ്ട്. ഈ ജന്മങ്ങൾ സൈക്കോള് യവന്മാർ പണ്ടാരടങ്ങിയ ഈ ലോകത്തുനിന്ന് വിട പറയും. റിയാക്ട് ചെയ്യാൻ പറ്റൂല അവിടെ. അവരാണെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ എന്ന് വെച്ചാൽ അങ്ങനത്തെയാണ്. മുമ്പ് എൻ്റെ കല്യാണ സമയത്തും അങ്ങനെയുള്ള വിഷയങ്ങൾ ഇഷ്ടംപോലെ അവരാക്കിയത് കൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും മിണ്ടാകുന്നത്. മുമ്പ് ഈ കുട്ടിയെ ഉപദ്രവിക്കാനോ വല്ലതും ശ്രമിച്ചിട്ടുണ്ടോ? അവനെ എപ്പോഴും കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കും. എന്നിട്ട് കൈക്ക് എന്തൊരു കുഴപ്പം, കണ്ണ് എന്തോന്ന്, എന്നിട്ട് ചീത്ത വിളിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിന്റെ മുഖം കണ്ടാലും മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് ഒരു സ്നേഹത്തോടെ അല്ല. അപ്പം ഞാൻ കൊച്ചിനെ ഒരു ദിവസം ഇതുപോലെ നിന്നെ ഞാൻ ഓർക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തിന് 2 ദിവസം മുമ്പ് 1.5 മണിക്കൂർ 1 മണിക്കൂർ ഏകദേശം അതിനെ കൊണ്ട് നടന്നിട്ടിരുന്നു. പക്ഷെ പിള്ള നല്ലതായിട്ട് കരയുന്നുണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇയാളടുത്ത് ഞാൻ പറഞ്ഞു കൊച്ചിനെ തന്നില്ല. എന്നിട്ട് കൊച്ചിനെ പിടിച്ച് ഇങ്ങനെ ഇരുത്തി, എന്നിട്ട് എന്നെ കാണുമ്പോഴത്തേക്ക് അതിനെ മൂട് ഇറക്കി ഇടിക്കുമെന്ന് എവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട്. എടാ ദുഷ്ട പിശാചേ, നിന്നെയൊക്കെ ജനിപ്പിച്ച ചന്തയും തള്ളയും വേണം പറയാൻ. നിന്നെയൊക്കെ ജനിപ്പിച്ച ഇങ്ങനെ ഉള്ളവന്മാരെ ജനിപ്പിച്ചിട്ട് വേറെ ഒരു പെൺകുട്ടികൾ എവിടെയെങ്കിലും പാവങ്ങളായിട്ടിരിക്കണ പെൺകുട്ടികളെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അവന്മാർ അതിൽ അങ്ങോട്ട് മക്കളെ ഉണ്ടാക്കും. എടാ നിനക്കൊക്കെ മക്കളെ ഉണ്ടാക്കാൻ, നീയൊക്കെ മക്കളെ ഉണ്ടാക്കിയാൽ പോരടാ, നിനക്ക് ചെലവിന് കൊടുക്കണടാ. അല്ലാതെ നീ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാർക്കും ചെലവിന് കൊടുത്ത് എടാ നിൻ്റെ കുടുംബത്തിലും ചെലവിന് കൊടുത്താൽ മതിയാടാ. നീയൊക്കെ ഉണ്ടാക്കിയ മക്കൾക്കും ആ ഭാര്യയ്ക്കും കൊടുക്കണ്ടേ? ഇതിൻ്റെയൊക്കെ ശാപം എവിടം കൊണ്ട് അവസാനിക്കടാ? നീയൊക്കെ പണ്ടാരടങ്ങിയേ തീരുള്ളൂ, ഈ ലോകത്തിനോട് വിട പറയുള്ളൂ. ഇതിന് ശേഷം യവന് എന്തുകൊണ്ടാണ് യവൻ ഈ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പം അവൻ ജയിലിലാണ്. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം നമുക്കതൊന്ന് കേൾക്കാം. നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ കൊലപാതകം അച്ഛൻ ഷിജിൻ കൊടും ക്രിമിനൽ എന്ന പോലീസ്. ഷിജിന്റെ ലൈംഗിക വൈകൃതത്തിന് കുഞ്ഞ് തടസ്സമായതോടെയാണ് ക്രൂര കൊലപാതകം. ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞതാണ് കുഞ്ഞിനെ മർദ്ദിക്കാനുള്ള കാരണം. കൈമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ നെഞ്ചിൽ ഷിജിൻ ആഞ്ഞിടിച്ചു. പ്രതി ഷിജിൻ സ്ത്രീകളുമായി അശ്ലീല ചാറ്റിന് സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അശ്ലീല ചാറ്റ് ആപ്പുകളിലും ഷിജിൻ സജീവമെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ നൽകാൻ SP ശ്രീനന്ദ ചെയ്യുന്നുണ്ട്. ശ്രീനന്ദ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പിഞ്ച് കുഞ്ഞിനെയാണ് ആ പിതാവ് തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതോടെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. എന്തായാലും യവൻ പരസ്ത്രീ ബന്ധത്തിന് പോയിട്ട് അതിൻ്റെ ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ട് യവൻ ഈ പരസ്ത്രീ ബന്ധത്തിന് പോയിട്ട് വീട്ടിൽ വന്നിട്ട് അത് കുട്ടി ഒരു തടസ്സം, ഭാര്യയുടെ അടുത്ത് ഇതിനായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ബന്ധപ്പെടാൻ ചെല്ലുന്ന സമയത്ത് കുട്ടി ഒരു തടസ്സം. അപ്പോൾ ആണ്ടിലൊരിക്കൽ പോട്ട് അപ്പോൾ ഈ തടസ്സം നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ യവൻ കൊലപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട വിവരം, ഇയാളൊരു കൊടും ക്രിമിനൽ ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്?
കഴിഞ്ഞ ദിവസമായിരുന്നു ഈ 1 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുഞ്ഞിന്റെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുഞ്ഞിന്റെ അടിവയറ്റിലായി ഒരു ക്ഷതമേറ്റ ഒരു പാടുണ്ടായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഈ മാതാവിനോടും പിതാവിനോടും ഷിജിനോടും നിരവധി തവണ പോലീസ് 3 തവണയോളമാണ് പോലീസ് ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തത്. മാതാവിന് അത് അറിയില്ല എന്നാണ് പറഞ്ഞത്. പിതാവ് അവള് പേടിച്ചിട്ടും പറയൂല. ഇയാളെ എടുക്കുമ്പോൾ കുട്ടി കരയും. എന്നാലും ഇവക്ക് വേറെ സംശയങ്ങളൊന്നും തോന്നിയില്ല. ഇയാളെടുക്കുമ്പോൾ മാത്രമേ ഈ കുട്ടി കരയണത് എന്നാണ് ഇവള് വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിലും അവിടെ പറയാൻ പറ്റിയില്ല. ഈ അമ്മ പറയുന്നുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ മുതൽ ഇവർ വേറുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തി ഇവളെ വെറും അങ്ങ് നിശബ്ദയാക്കി അവിടെ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവള് പിന്നെ പേടിച്ചാണ് അവളെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാനസിക നിലയൊന്നും നോർമൽ അല്ല എന്ന് നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാളുടെ ഈ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, ഇയാളുടെ വൈകൃതങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മീട്ടു, ഈ ഷിജിന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് അറിയാതെ പറ്റിയത്, അല്ലെങ്കിൽ ആ ഒരു നിമിഷം 16-ാം തീയതി പുലർച്ചെ, കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ പെട്ടെന്ന് കുട്ടി ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് തന്റെ ഉറക്കം പോയപ്പോൾ ഉണ്ടായ ദേഷ്യം കൊണ്ടിൽ അറിയാതെ പറ്റിയ ഒരു അബദ്ധം എന്ന രീതിയിലാണ് മൊഴി പറയുന്നത്. പക്ഷേ അത് പോലീസ് കാര്യമായി വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് പലതവണ ഷിജിൽ ഇങ്ങനെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കൊല്ലാനുള്ള ശ്രമങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് കരുതുന്നത്. അപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിനോട് ദേഷ്യം, 1 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ ഉപദ്രവവും ദേഷ്യവും എന്നുള്ളത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നത്. അപ്പൊ അമ്മയുടെ മൊഴി എടുത്തപ്പോഴാണ് ഇവർ വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത്. ഗർഭിണിയായപ്പം തന്നെ ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് ഷിജിൽ ചെയ്തത്. പിന്നീട് പലതവണ പോലീസ് അടക്കം ഇടപെട്ടിട്ടാണ് ഷിജിലിന്റെ കൂടെ പോകാൻ സാധിച്ചത്. അപ്പം ഇതിനിടയിൽ 3 തവണ ഈ കുഞ്ഞ് തന്റേതല്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ തന്നെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരു തരത്തിലുള്ള ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് ഷിജിൽ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഷിജിലിന്റെ മൊബൈൽ ഫോണിലെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെയുള്ള സെർച്ച് ഹിസ്റ്ററികൾ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഹിസ്റ്ററികൾ പോലീസ് പ്രാഥമികമായിട്ട് ഫോറൻസിക് പരിശോധനകളിലല്ല അല്ലാതെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-3 ഇത്തരത്തിൽ സെക്സ് ചാറ്റ് ഗ്രൂപ്പുകളിലും ആപ്പുകളിലുമൊക്കെ തന്നെ അംഗമാണ്. പരസ്ത്രീ ബന്ധം കാരണം ഒരു കുടുംബം ഇല്ലാതാക്കിയ ഷിജിലെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇങ്ങനെ ഉള്ളവന്മാരെ ഇറക്കി വിടരുത്. ഇനിയെങ്കിലും ഈ പെൺകുട്ടി മകനെ നഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും ആ അമ്മേരെ കൂടെ പോയി വല്ല തൊഴിലുറപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും പാത്രം കഴുകിയെങ്കിലും ജീവിക്കുക. അന്നേ ആ കുട്ടിയെ കൊണ്ട് അങ്ങ് പോകാനുള്ളതായിരുന്നു. ഈ 3 മാസം വരെ യവനുമായിട്ട് കഴിഞ്ഞോളെങ്കിൽ അതിനിടയിൽ വെച്ച് യവൻ ഈ ലൈംഗിക വൈകൃതമുള്ളത് കൊണ്ട് യവൻ പല സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരുത്തനായിരുന്നു. അത് പറയാൻ പെൺവാണിഭം എന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ള കേസിലുള്ളവന്മാർ ഒരു കാലത്തും അതിനിടയിൽ വെച്ച് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്നു. അതിന് ഒരു കാരണം യവൻ കണ്ടെത്തണം, കുട്ടി അവൻ്റേതല്ല എന്നുള്ളൊരു രീതിക്ക്. ഇതാണ് പറയണത്. ഇങ്ങനെ പോണവന്മാർ യവന്മാർ അനുഭവിച്ച് രോഗങ്ങൾ പിടിച്ച് യവന്മാർ നശിച്ച് തന്നെ പോണം. ഇപ്പം ജയിലിലായി. അവസാനം അവൻ കുറ്റസമ്മതം നടത്തി. അവൻ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നെന്നും ഉപദ്രവിച്ചാണ് അവൻ കുട്ടിയെ ഇല്ലാതാക്കിയതെന്നും എല്ലാം അവൻ കുറ്റസമ്മതം നടത്തി. ആ അമ്മയുടെ കരച്ചിലാണ്. ആകെ ഒരു മകനായിരുന്നു ഉണ്ടായിരുന്ന, അതിനെ അവൻ ഇല്ലാതാക്കി. ഇതാണ് പറയണത്. ഭാര്യയെ മക്കളെ നോക്കാതെ കിടക്കണ ഒരുത്തൻ, വേറുള്ളവർക്ക് വേണ്ടിയിട്ട്, വേറുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണ ഒരുത്തൻ, ജീവിക്കണവന്മാർ യവന്മാർ അനുഭവിച്ച് പണ്ടാരടങ്ങി തന്നെ യവന്മാർ ഈ ഭൂമി ഇവിടെ നിന്ന് വിട പറയും. നരകിച്ച് തന്നെ യവന്മാർ അവസാനം യവന്മാർ വിട പറയേണ്ട ഒരു അവസ്ഥ വരും.